വികസനത്തെക്കുറിച്ചും വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഓരോ ദിവസവും CPM പരിപോഷിപ്പിച്ചങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോവുകയാണ്. സർക്കാർ നടത്തിയിട്ടുള്ള വികസനങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി പറയുമ്പോൾ ഇന്നിതാ വന്നിരിക്കുന്ന വാർത്ത വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു നാട്ടിലെ ജനങ്ങൾക്ക് വഴി നടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു CPM നേതാവ്. ശേഷം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നാട്ടിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച SDPIയുടെ ഫ്ലെക്സ് രാത്രിയിൽ ഇരുട്ട് സംഘങ്ങളോടൊപ്പം കൂടിച്ചേർന്നുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നു. ശേഷം അതിനെ ചോദ്യം ചെയ്യാനെത്തിയ ആളുകളെ അതിമൃഗീയമായി വലിയ സംഘങ്ങളോടുകൂടി ചേർന്നുകൊണ്ട് മർദ്ദിക്കുന്നു. CPM ഗുണ്ടാ നേതാവ് ജലീലിന്റെ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്താണ് നെടുമങ്ങാട് സംഭവിച്ചത്? നെടുമങ്ങാടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ വഴി നടക്കാൻ അനുവദിക്കാത്തത് ആരാണ്? നമ്മൾ തേടി പോവുകയാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നെടുമങ്ങാട് മുല്ലശ്ശേരി കുമ്മിപ്പള്ളി റോഡിന്റെ വീതി കൂട്ടുന്നതിന് മതിൽ പൊളിക്കാനും ഭിത്തി മാറ്റിക്കെട്ടുന്നതിനും മുഴുവൻ ആളുകളും സഹകരിച്ചാണ് റോഡ് നിർമ്മാണത്തിന് തീരുമാനമെടുത്തത്. എന്നാൽ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ ജലീലിന്റെ വീടിന് സമീപമുള്ള മതിൽ പൊളിക്കാൻ ജലീൽ തയ്യാറായില്ല. എന്നു മാത്രമല്ല റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുകയായിരുന്നു. മറ്റിടങ്ങളിലെ മുഴുവൻ കയ്യാലകളും ഭിത്തികളും പൊളിച്ചു നീക്കിയപ്പോൾ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിന് സമീപത്തെ മതിൽ പൊളിക്കാൻ ഇയാൾ തയ്യാറായില്ല. തുടർന്നാണ് ജലീലിനെതിരെ SDPI പ്രവർത്തകർ പോസ്റ്റർ പതിച്ചത്. റോഡ് വികസനത്തിനെതിരെ നിൽക്കുന്ന CPIM ബ്രാഞ്ച് സെക്രട്ടറി കായിപ്പാടി ജലീലിനെ ജനം തിരിച്ചറിയുക, റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക, ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫ്ലെക്സ് പതിച്ചത്. പോസ്റ്റർ പതിച്ച SDPI പ്രവർത്തകരെ വിളിച്ച് പോസ്റ്റർ നീക്കം ചെയ്യണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. തുടർന്നാണ് SDPI സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് CPM പ്രവർത്തകർ കത്തിച്ചത്. ഇത് ചോദ്യം ചെയ്തതിന് കൂട്ടം ചേർന്നെത്തിയ മുല്ലശ്ശേരി, വഴയില എന്നിവിടങ്ങളിലുള്ള CPM പ്രവർത്തകർ ചേർന്ന് SDPI പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. 4 പേർക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. ഇവർ നിലവിൽ പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുകയാണ്. തുടർന്ന് ഇന്നും SDPI പ്രവർത്തകർ പ്രതിഷേധവുമായി സംഭവസ്ഥലത്തെത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്.